ഫോളോയിങ് ദ സ്റ്റാർ ഡേ 14. ദൈവഹിതത്തോട് അനുസരണമുള്ളവരാകുക. അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ് ക്രിസ്മസ്. മറിയയുടെ ജീവിതത്തിലും ജോസഫിൻ്റെ ജീവിതത്തിലും വിദ്വാൻമാരുടെ ജീവിതത്തിലും കണ്ടതായ ദൈവിക സത്യമാണീ ദൈവികമായ അനുസരണം. ദൂതൻ മറിയോട് പറയുന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറിയേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മാനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും. ഇത് കേട്ട മറിയ ദൂതനോട് ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയായകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ദൂതനോട് ഇത് ചോദിച്ചിട്ടും മറിയ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ നിവൃത്തിയില്ലാതെ ദൈവ ഇഷ്ടത്തോടെ സഹകരിക്കുകയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ് മറിയയിലൂടെ നടക്കുന്നത്. ഒരു സമ്പൂർണ്ണ സമർപ്പണം. ദൈവിക പദ്ധതികളോട് തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ടുള്ള അനുസരണം. ഇപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത്. ദൈവത്തോട് അർത്ഥപൂർണവും നിരന്തരവുമായ ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ ഇപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അനുസരിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ദൂതൻ ജോസഫിനോട് സംസാരിക്കുന്നുണ്ട്. തൽഫലമായി ജോസഫ് അവളെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറായി. പിന്നീട് ദൂതൻ സംസാരിച്ചത് വിദ്വാൻമാരോടാണ്. നക്ഷത്രത്തെ പിൻചൊല്ലുക, അത് എവിടെ ചെന്ന് നിൽക്കുന്നുവോ അവിടെ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ സാധിക്കും. നിങ്ങൾ അന്വേഷിക്കുന്ന സത്യത്തെ കണ്ടെത്താനാകും. അങ്ങനെ അവരും ദൂതൻ്റെ വാക്കിനെ അനുസരിച്ചു. എവിടെ അനുസരണമുണ്ടോ, എവിടെ വിധേയത്വമുണ്ടോ, എവിടെ എളിമയുണ്ടോ അവിടെ ജനിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ കർത്താവ്. പൗലോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. എല്ലാവരും അധികാരികളാകാൻ കൊതിക്കുന്ന ഈ കാലഘട്ടത്തിൽ, എല്ലാവരും മറ്റുള്ളവരെ ഭരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഈ കാലത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവഹിതത്തോട് വിധേയത്വമുണ്ടാകണം. കുറച്ച് പണമുള്ളതുകൊണ്ടോ അധികാരമുള്ളതുകൊണ്ടോ സ്ഥാനമുള്ളതുകൊണ്ടോ വലിയവനാണെന്ന് ചിന്തിക്കേണ്ട. പൊട്ടാൻ വെമ്പൽ കൊള്ളുന്ന ബലൂൺ പോലെയാണ് അവരുടെയൊക്കെ ജീവിതവും. ഏത് സമയവും പൊട്ടിപ്പോകാം. എന്നാൽ ദൈവ ഇഷ്ടത്തെ അനുസരിക്കുകയും വിധേയപ്പെടുകയും എളിമപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ ഉയർത്തിക്കൊള്ളും. നമ്മളറിയാതെ അവൻ നമ്മെ ഉയർച്ചയിൽ എത്തിച്ചുകൊള്ളും. കർത്താവ് നമ്മോടുകൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അനുസരണമുള്ളവരായി തീരണം. അനുസരിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അനുസരിക്കുന്നിടത്താണ് ദൈവം പിറക്കുന്നതെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ക്രിസ്മസ്. നമ്മുടെ യോഗ്യത ദൈവകൃപയുടെ തണലിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടു കൂടിയ അനുസരണമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴണം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഉയർത്തിക്കൊള്ളും. ഈ ആഗമന കാലത്തിൽ നമുക്കും അനുസരണമുള്ളവരായി തീരാം. കേൾക്കുന്ന ദൈവശബ്ദത്തോട് വിധേയപ്പെട്ട് നമ്മെ തന്നെ താഴ്ത്തിക്കൊടുക്കാം. നമ്മൾ നേടിയതും നേടുന്നതുമൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നാകട്ടെ. കർത്താവെ, ദൈവകൃപയുടെ തണലിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ അനുസരിക്കുന്നവരായി നമുക്കും തീരേണ്ടതിനായി നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ.